കളങ്കാവൽ. അങ്ങനെ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് മമ്മൂക്കേനെ സ്ക്രീനിൽ കാണുന്നത്. അപ്പം എന്തൊക്കെ പറഞ്ഞാലും നമുക്കറിയാം, മമ്മൂക്ക സ്ക്രീനിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അങ്ങേരുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസ്, ആ ഒരു ഓറ പരിപാടികളൊക്കെ. അപ്പം പുള്ളീനെ സ്ക്രീനിൽ കാണാമെന്ന് പറയുമ്പോൾ എപ്പോഴായാലും നമുക്ക് എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പം സിനിമയിലേക്ക് വന്ന സമയത്തായാലും ഇത് നമുക്കറിയാം, മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡക്ഷൻ. അപ്പോൾ ഈ പടം കളങ്കാവൽ അനൗൺസ് ചെയ്ത മുതൽ നമ്മൾ സത്യം പറഞ്ഞാൽ വെയിറ്റിംഗ് ആണ്. പിന്നെ ആ ഒരു ടീസർ, ട്രെയിലർ, അതൊക്കെ തന്നൊരു എക്സൈറ്റ്മെൻറ്റ്. അപ്പം അതൊക്കെ കാരണം സിനിമ കാണാൻ പോകുന്ന സമയത്തും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ തന്നെയാണ് പടം കാണാൻ പോയത്. അപ്പോൾ ഈ സിനിമയിൽ നമുക്കറിയാം, മമ്മൂക്കയാണ് വില്ലൻ, വിനായകനാണ് നായകൻ. അപ്പോൾ ആ ഒരു ഇതുവരെ ഇല്ലാത്തൊരു കോമ്പിനേഷൻ്റെ, ഇതുവരെ നമ്മൾ കാണാത്ത, സ്ക്രീനിൽ കാണാത്ത, ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ പോലും നായകനും വില്ലനുമായിട്ട് ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ്റെ ഒരു എന്താ പറയുക സംഗതി കാണുക. അപ്പോൾ അതൊക്കെയായിരുന്നു സിനിമയ്ക്കുള്ള വലിയൊരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തായാലും നല്ല രീതിക്ക് തന്നെ വർക്കൗട്ട് ചെയ്ത് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. രണ്ടുപേരും നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. മമ്മൂക്കയുടെ കേസായാലും വിനായകൻ്റെ കേസായി കഴിഞ്ഞാലും. പിന്നെ മമ്മൂക്ക നമുക്കറിയാം, വില്ലനായിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ബ്രഹ്മയുഗത്തിൽ നമ്മൾ കണ്ടതാണ്. ആ ഒരു ചാത്തനായിട്ട് വന്ന് നമ്മളെല്ലാവരും ഞെട്ടിച്ചതാണ്. അപ്പം കളങ്കാവലിലേക്ക് എത്തിയപ്പോൾ സ്റ്റാൻലി ദാസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ആ സ്റ്റാൻലി ദാസ് എന്ന് പറയുന്ന ക്യാരക്ടർ നമുക്കറിയാം, നമ്മൾ ഈ സിനിമ ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പൊക്കെ ആയിട്ട് നമ്മൾ സൈനൈഡ് മോഹൻ എന്ന് പറയുന്ന ആളുടെ കഥയാണ് ഈ സിനിമ എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ എന്തായാലും ഈ ഒരു സമയമായപ്പോഴേക്കും എല്ലാവർക്കും ആ സൈനൈഡ് മോഹൻ്റെ കഥയും ഒരു ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പം ആ സൈനൈഡ് മോഹനായിട്ട് മമ്മൂക്ക ഇറങ്ങുകയാണ്. സ്റ്റാൻലി ദാസ് എന്നാണ് ക്യാരക്ടറിൻ്റെ പേരായിട്ട് വന്നുള്ളത്. അപ്പോൾ ആ ഒരു ഒറിജിനൽ സ്റ്റോറിയിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയപ്പോൾ അവർ കുറച്ച് സിനിമാറ്റിക് എലമെൻസും കൊമേഴ്ഷ്യൽ പരിപാടികളൊക്കെ ആഡ് ചെയ്തിട്ടാണ് സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും മമ്മൂക്കയുടെ പെർഫോമൻസ് അസാധ്യമാണ്. ഒരു രക്ഷയില്ല. ഒരു മാസ്മരിക വില്ലനായിട്ട് നമ്മൾ ഇതുവരെ നെവർ സീൻ ബിഫോർ മമ്മൂക്കയാണ് ഈ സിനിമയുടെ അകത്ത് വന്നിട്ടുള്ളത്. കാരണം വേറെ പരിപാടികളാണ് പുള്ളി ചെയ്തു വെച്ചിട്ടുള്ളത്. ആ ഒരു വില്ലനിസത്തിൻ്റെ, ഒരു എക്സ്ട്രീം വില്ലനിസത്തിൻ്റെ ഒരുപാട് സാധനങ്ങൾ മമ്മൂക്ക ഈ സിനിമയിൽ നമുക്ക് മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക കഴിഞ്ഞാൽ പിന്നെ സിനിമയിൽ നമുക്കറിയാവുന്ന പോലെ വിനായകനാണ് നായകനായിട്ട് വന്നിട്ടുള്ളത്. അപ്പം വിനായകൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ജയകൃഷ്ണൻ എന്നാണ്. നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ട പോലെ നത്ത് എന്ന് പറഞ്ഞൊരു വിളിപ്പേരുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായിട്ടാണ്, സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് വരുന്ന ആളായിട്ടാണ് ഉള്ളത്. അപ്പോൾ വിനായകൻ്റെ കേസിലേക്ക് വന്ന സമയത്ത് സിനിമയിലേക്ക് എത്തിയപ്പോൾ നമ്മൾ പുള്ളിയെ ഇതുവരെ, മമ്മൂക്കാനെ കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, പുള്ളി ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഈ ഒരു ഒഫീഷ്യൽ പരിപാടി, ഒരു പോലീസ് ഒഫീഷ്യൽ പരിപാടികളിലേക്ക് പുള്ളി വരുന്നു. പുള്ളി കുറച്ച് സട്ടിലായിട്ട് ചെയ്യേണ്ട ഒരു കുറച്ച് പരിപാടികളൊക്കെയാണ്. അപ്പം ചില സ്ഥലങ്ങളിലൊക്കെ ആ ഒരു ചെറിയൊരു കൈൻഡ് ഓഫ് ആർട്ടിഫിഷ്യാലിറ്റി പല സ്ഥലങ്ങളിലും ഫീൽ ചെയ്തു. കാരണം പുള്ളിയെ കൊണ്ട് ആക്ഷൻ എന്ന് പറഞ്ഞ് ചെയ്യിച്ച പോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഫീൽ ചെയ്തു. എന്നുണ്ടെങ്കിൽ പോലും ഓവറോൾ വിനായകൻ ആ ക്യാരക്ടർ നന്നായിട്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പുള്ളി നല്ല വൃത്തിക്ക്, പുള്ളിയുടെ കയ്യിലുള്ള സാധനം പുള്ളി വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വിനായകൻ കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നമ്മുടെ റീസെൻ്റ്ലി ഡയസിറയിലൊക്കെ വന്നിട്ടുള്ള നമ്മുടെ ജിബിൻ ഗോപിനാഥ് ഒരു പ്രധാന ക്യാരക്ടറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു 10-25 സ്ത്രീ കഥാപാത്രങ്ങളും സിനിമയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കുള്ളൊരു സ്പേസ് സിനിമയുടെ അകത്ത് ഒരു 2.5 മണിക്കൂറിനുള്ളിൽ എല്ലാവരും വന്നു പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ദുൽഖറിൻ്റെ കുറിപ്പിലൂടെ റൈറ്ററായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയ ജിതിൻ കെ ജോസാണ് പടത്തിൻ്റെ ഡയറക്ടർ. ആളുടെ ഡെബ്യൂ മൂവി കൂടിയാണ്. പിന്നെ റൈറ്ററും ആൾ തന്നെയാണ്. ആളും ജിഷ്ണു ശ്രീകുമാർ എന്ന് പറഞ്ഞ ആളും കൂടിയാണ് സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സിനിമയുടെ ഒരു ഓവറോൾ പരിപാടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പരിപാടിയാണ് പടത്തിൻ്റെ ഒരു ജോൺറ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ത്രില്ലർ മൂവി കാണുമ്പോൾ കിട്ടേണ്ട ഒരു, അല്ലെങ്കിൽ കിട്ടുന്ന ആ ഒരു സീറ്റടിച്ച് പരിപാടി ഉണ്ടല്ലോ, ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് പരിപാടി, നമ്മളൊരു ത്രില്ലിങ് മൂഡിൽ ഇരുത്തി കൊണ്ടുപോകുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ അത് ആക്ച്വലി സത്യം പറഞ്ഞാൽ ഓവറോൾ മൂവിയിൽ മിസ്സിംഗ് ആയിട്ടുള്ള പോലെയാണ് ഫീൽ ചെയ്തത്. അത് സ്ക്രീൻ പ്ലേയുടെയും ഡയറക്ഷനിലും ഒക്കെ വന്നിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം സംഭവിച്ചായിരിക്കാം. ഭയങ്കര ഫ്ലാറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു പോക്ക് പോയി. കാരണം നമുക്കറിയാം, ഈ ഒരു കഥ നമുക്കെല്ലാവർക്കും ഓൾറെഡി അറിയാം, സൈനൈഡ് മോഹൻ്റെ കഥ. അപ്പോൾ അങ്ങനെ ഒരു കഥ സിനിമയാക്കുന്ന സമയത്ത് എന്താ പറയുക, ഇനിയുള്ള അത്രയും പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, ഓൾറെഡി നമ്മൾ കേട്ടും കണ്ടും അറിഞ്ഞിട്ടുള്ള ഒരു കഥ സിനിമയായിട്ട് നമ്മുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് എൻഗേജിങ് ആക്കുക, കുറച്ചും കൂടെ ഹൈ മൊമെൻറ്റ്സ്, കുറച്ചും കൂടെ ത്രില്ലിങ് മൊമെൻറ്റ്സ്, ആ ഒരു വാവ് എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ച് മൊമെൻറ്റ്സ് നമുക്ക് വേണ്ടി ബിൽഡപ്പ് ചെയ്തുണ്ടാക്കി വെക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആ ഒരു സ്ക്രീൻ പ്ലേയിലും ഡയറക്ഷനിലും ഉണ്ടാവേണ്ടിയിരുന്നതായിരുന്നു എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം മമ്മൂക്കയുടെ കേസിലേക്ക് വന്ന സമയത്തും മമ്മൂക്ക നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മമ്മൂക്ക വാസ് സൂപ്പർ ബ്രില്യൻറ്റ്. ആ ഒരു 100% മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് ഫീൽ ചെയ്തൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, മമ്മൂക്കാനെ പോലെ ഒരു ആക്ടിങ് എഞ്ചിനെ കയ്യിൽ കിട്ടിയിട്ടും
ഇത്രേ നമുക്ക് പ്രസൻറ്റ് ചെയ്ത് തരാൻ കഴിഞ്ഞുള്ളൂ, ഇത്രയും നമ്മുടെ മുമ്പിലേക്ക് ഇത്രേ എത്തിയിട്ടുള്ളൂ എന്നുള്ളൊരു ഫീലാണ് വന്നത്. കുറച്ചും കൂടെ ആവാമായിരുന്നു, കുറച്ചും കൂടെ മൊമെൻറ്റ്സ് നമുക്കൊക്കെ ഉണ്ടാവാമായിരുന്നു എന്നുള്ളൊരു തോന്നൽ സത്യം പറഞ്ഞ സിനിമ കണ്ടു കഴിഞ്ഞ സമയത്ത് ഫീൽ ചെയ്തു. പിന്നെ അത് മാത്രമല്ല, ക്ലൈമാക്സിലേക്കൊക്കെ പോയ സമയത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, ബട്ട് സ്റ്റിൽ ഞാൻ സ്പോയിലർ ആയതുകൊണ്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സ്റ്റിൽ ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര റഷ് ചെയ്ത പോലെ ഫീൽ ചെയ്തു. പെട്ടെന്നൊന്നും തീർത്ത് കളയാം, അല്ലെങ്കിൽ ഇനി ഇതങ്ങോട്ട് എന്നുള്ളൊരു പരിപാടി ചെയ്തിട്ട് ഭയങ്കരമായിട്ട് റഷ് ചെയ്ത് അങ്ങ് കൊണ്ടുപോയി ഫിനിഷ് ചെയ്ത പോലെയാണ് സത്യം പറഞ്ഞാൽ സിനിമയുടെ ഒരു ഓവറോൾ പരിപാടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ഓവറോൾ നോക്കുന്ന സമയത്ത് ആ ഒരു എന്താ പറയുക, ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഡീസൻറ്റ് ത്രില്ലർ മൂവി എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞാൽ കളങ്കാവലിൽ നിന്ന് കിട്ടിയത്. ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള ഒരു വാവ് എലമെൻറ്റ് മിസ്സിങ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സീറ്റടിച്ച് പരിപാടി ഇങ്ങനത്തെ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് നമ്മളൊരു ആകാംക്ഷയുടെ മുൻമുനയിൽ നിർത്തുക, ഇതെങ്ങോട്ട്, ഇതാളെവിടെ, അല്ലെങ്കിൽ ആ ഒരു ഹണ്ട്, നായകൻ വില്ലൻ ഹണ്ട്, അല്ലെങ്കിൽ വില്ലൻ നായകൻ ഹണ്ട്, ഇങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിലേക്ക് എത്തിയ സമയത്ത് അതിൻ്റെ ഒരു സംഗതി, ആ ഒരു പരിപാടി കംപ്ലീറ്റ്ലി നമ്മളിലേക്ക് കൺവേ ആയിട്ട് എത്തിയില്ല എന്നുള്ളൊരു ഫീലാണ് വന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ മമ്മൂക്കായുടെ ക്യാരക്ടറിൻ്റെ, സ്റ്റാൻലി ദാസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ആ ഒരു ജേണിയും ആ ഒരു വില്ലൻ്റെ ഒരു ജേണി ഉണ്ടല്ലോ, ആ ഒരു കില്ലിങ്സിലൂടെയുള്ളൊരു ജേണി, ഒരു കില്ലറുടെ ജേണി, അതും ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് നമ്മളെ കയ്യിലേക്ക് എത്തിയില്ല. പിന്നെ അതുപോലെ തന്നെ നത്ത് എന്ന് പറഞ്ഞ വിനായകൻ്റെ ക്യാരക്ടറിൻ്റെ ആയാലും ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഈ ഒരു കേസിലേക്ക് ഇന്നായി ആളുടെയും ആ ഒരു ജേണി ഉണ്ടല്ലോ, ഇത് ആ ഒരു കോൺഫ്ലിക്റ്റിലൂടെ പോകുന്ന രണ്ടുപേരും പാരലായിട്ട്, ഒരു സൈഡിൽ കില്ലിങ് നടക്കുന്നു, ഒരു സൈഡിൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു. അപ്പോൾ ആ രണ്ടും കൂടെ പാരലായിട്ട് പോകുന്ന സമയത്ത് ഉണ്ടാകേണ്ട ആ ഒരു ത്രില്ലർ, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ടിയിരുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു ത്രില്ലിങ് പരിപാടികളൊന്നും സിനിമയിലേക്ക് എത്തിയപ്പോൾ ഒരു ഓവറോൾ ഫീലിൽ കിട്ടിയില്ല എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. പിന്നെ ടെക്നിക്കൽ സൈഡിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമാറ്റോഗ്രാഫി ഫൈസൽ അലിയാണ്. സിനിമാറ്റോഗ്രാഫിയുടെ കേസായി കഴിഞ്ഞാലും ഒരു ആവറേജ് പരിപാടി, നല്ല രീതിക്ക് ഫ്രെയിമുകൾ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് നല്ല ക്യാമറ വർക്ക് തന്നെയാണ്. ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി വർക്ക് എന്നൊന്നും പറയുന്നില്ല, ബട്ട് സ്റ്റിൽ ഓക്കെ പരിപാടിയായിട്ട് മൊത്തത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. കളറിങ് ആയാലും പരിപാടികളായാലും ഓക്കെ ആയിരുന്നു. ആ ഒരു ലൈറ്റിങ് സംഗതികളൊക്കെ ഓക്കെ, ഭയങ്കര സംഭവമൊന്നുമില്ല, ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ എഡിറ്റിങ്ങിലേക്ക് വന്നപ്പോൾ പ്രവീൺ പ്രഭാകറാണ് എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത്. അതും ആ ഒരു സ്റ്റാക്ക് ചെയ്ത് വെച്ച രീതി ഓക്കെ, ബട്ട് സ്റ്റിൽ എഡിറ്റിങ്ങിൽ കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു. അത് ഈ സ്ക്രീൻ പ്ലേയുടെ കേസിലേക്ക് കൂടെ വരുന്ന സമയത്ത് രണ്ടും കൂടെ ചേർത്ത് പറയേണ്ടതാണെന്ന് തോന്നുന്നു. അപ്പോൾ രണ്ടും കൂടെ വരുന്ന സമയത്ത് ആ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് തരുന്നതിൽ ഈ ചെറിയൊരു മിസ്സിങ് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ എഡിറ്റിങ്ങും ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എടുത്തു പറയാനുള്ളത് മ്യൂസിക്കിൻ്റെ കേസാണ്. നമുക്കറിയാം മുജീബ് മജീദ് ആണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ റീസെൻ്റ്ലി എക്കോ, പിന്നെ അതിന് മുമ്പ് കിഷ്കിന്ത കണ്ടു. അപ്പോൾ ആ ഒരു മെയിൻ സ്ട്രീം മ്യൂസിക് ഡയറക്ടേഴ്സ് ഗ്രൂപ്പിലേക്ക് ഇന്നായിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എനിക്ക് തോന്നുന്നു മുജീബ് മജീദ്. അപ്പോൾ മുജീബ് മജീദിൻ്റെ കേസിലേക്ക് വന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ആ ഒരു റീസെൻ്റ്ലി ഇറങ്ങിയ പാട്ടുകളും സംഗതികളൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ ഒരു 80s കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന രീതിയിലേക്കുള്ള പാട്ടുകളും ഇതിലത്തെ റേഡിയോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ സ്റ്റാൻലി ദാസ് എന്ന് പറഞ്ഞാൽ നമുക്കവിടെ ക്യാരക്ടർ കേൾക്കുന്ന ഒരു സ്ഥിരം പാട്ടുകൾ. അപ്പോൾ ചിലപ്പോൾ മേ ബി ഇളയരാജ കേസ് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം സ്വന്തമായിട്ട് ആ ഒരു 80s വൈബിലുള്ള ഇളയരാജ വൈബിലുള്ള പാട്ടുകൾ ചെയ്തു വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കോറിങ്ങിൻ്റെ കേസിലേക്ക് വന്നപ്പോൾ നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് മുജീബ് മജീദിൻ്റെ ഒരു എക്സ്ട്രോണറി വർക്ക് എന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ റീസെൻ്റ്ലി കിഷ്കിന്താണ്ടത്തിൽ എക്കോയിലൊക്കെ കണ്ടു. നമ്മൾ ആ ഒരു ബിൽഡ് ചെയ്ത് നമ്മൾ ആ ഒരു പീക്കിലേക്ക് എത്തിച്ച് ആ പൊട്ടിച്ചേരുന്ന പരിപാടി, സത്യം പറഞ്ഞാൽ ആ ഒരു സാധനം ഇതിലേക്ക് വന്നപ്പോൾ മിസ്സിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. ബട്ട് സ്റ്റിൽ ആ സിനിമയ്ക്ക് അളവുക്ക് വേണോ അളവുക്ക് പണി വെച്ചിട്ടുണ്ട് മുജീബ് മജീദ്. അത് നല്ല രീതിക്ക് തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് ഫീൽ ചെയ്തത്. അങ്ങനെ മൊത്തത്തിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി ഒരു തവണ കാണാൻ പറ്റുന്ന ഒരു ഡീസൻറ്റ് ത്രില്ലറാണ്. ഒരു ഭയങ്കരമായിട്ടുള്ള വോ ഫാക്ടേഴ്സോ ഭയങ്കര സീറ്റടിച്ച് പരിപാടികളോ ഭയങ്കര ത്രില്ലിങ് എക്സ്പീരിയൻസുകളോ മൊമെൻറ്റ്സുകളോ ഒന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ടാത്ത, പക്ഷേ സ്റ്റിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി ആയിട്ടാണ് കളങ്കാവിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.